Good morning. Welcome to yet another wonderful day. ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ്. എവിടെ? മാർസേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളുടെ രാമൻ ചാപ്പാക്ക് ഫെലോഷിപ്പ് കിട്ടിയ, ഞാൻ ആക്ച്വലി ഇവിടെ ഫ്രാൻസിൽ വന്നത് ആ ഒരു ഫെലോഷിപ്പ് വെച്ചിട്ടാണ്. അത് കിട്ടിയ കുറച്ച് പേരുണ്ട്, മലയാളികൾ. അപ്പോൾ അതിന് വേണ്ടി മാർസയിലോട്ടും പിന്നീട് മോംപില്ലിയറിലോട്ടും പോവുകയാണ്. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി യാത്രയിൽ കാണാം. ബൈ. അങ്ങനെ ട്രെയിൻ ജസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല, ആള് കുറവാണ്. ഇവിടെ നിന്നൊരു 9 മണി വരെ ഉണ്ട്. നാർബോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ മാർസേക്ക് ട്രെയിൻ. അങ്ങനെ നമ്മൾ മാർസേയിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. It's a beautiful city. So I'll welcome you to the first view of Marseille. This is actually ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. അവിടെ നിന്ന് എസ്ട്രിഞ്ചനോ എന്തോ പേരുള്ളൊരു മെട്രോ സ്റ്റേഷൻ വരെ പോകണം. അവിടെയാണ് നമ്മുടെ കൊളീഗ്സൊക്കെ ഉള്ളത്. ഇതാണ് മാർസയുടെ തെരുവുകൾ. സത്യം പറഞ്ഞാൽ ബന്യൂൽസിന്ന് ഇവിടെ വന്നപ്പോഴേ ശരിക്കും ഫ്രാൻസിൻ്റെ വേറൊരു മുഖം മനസ്സിലായി. കൺട്രി സൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു നേറ്റീവ്സ് ആയിരിക്കും കൂടുതൽ. ഇതിപ്പോൾ ശരിക്കും ഒരു സിറ്റി ഫീലായി. മൾട്ടി കൾച്ചറലാണ്, ആൾക്കാരുണ്ട്, കുറച്ചധികത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് ഞങ്ങളപ്പോൾ മലയാളികളെല്ലാവരും കൂടി ഇവിടെ. ഇതാണ് അനന്തു വെച്ച ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് മോൺപില്ലിയറിലേക്ക് പോകാനുള്ള വഴിയാണ്. ഒരു ഇൻസെപ്ഷൻ പോലെ ഉണ്ട് അല്ലേ? പാരലൽ വേൾഡ്. ഇവിടെ നട്ടാർപ്പന വെയിലത്ത് സ്റ്റീലിൻ്റെ ഷീറ്റ് കൂരയുടെ മുകളിലിട്ടുകൊണ്ടും അവരൊരു സംഭവം പണിത് വെച്ചേക്കുക. കൊള്ളാം അല്ലേ? അപ്പൊ ഇവിടത്തെ ഞങ്ങളുടെ ഹോസ്റ്റിനെ കാണിച്ചു തരാം. പേര് പറഞ്ഞോ? മാളവിക. എവിടെ? നാട്ടില് കണ്ണൂര്. ഇപ്പോ ഇവിടെ PhD ഭാഗമായിട്ട് അതേപോലെ തന്നെ ഒന്നാണ്. ശ്വേത, എല്ലാം ഫെലോഷിപ്പുകാരെ തന്നെ ഞങ്ങൾ. കണ്ടാൽ ചീസ് എന്ന് തോന്നിക്കും, പക്ഷെ ചീസല്ല, എടുത്ത് തിന്നരുത്, സോപ്പാണ്. മാളവിക പറഞ്ഞത് വെച്ചിട്ട് ഇതിന്റെ മോൾ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ഇതിന്റെ അകത്തുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇതിലെന്ത് തെറ്റുണ്ടെങ്കിലും ഇവളാണ് കാരണം. പറ.
കാപ്പുച്ചിനോ ഐസ്ക്രീം ഷോപ്പ്. വന്ന് മിൻറ്റ് ചോക്ലേറ്റ് ഇവിടുത്തെ ഏതോ മുന്തിയ കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അവർ ബാക്കിയുള്ളവർ വാങ്ങാൻ വേണ്ടി നിൽക്കുക. മാർസയിൽ വന്നിട്ട് ഐസ്ക്രീം കഴിക്കും. നിന്റെയാ ഇതില് നമ്മള് പുതിന മിൻറ്റ് ചോക്ലേറ്റ് ആണോ? വാഴ. ഇതാണ് ഇവിടുത്തെ മാർസയിലെ ഒരു മെട്രോ.